IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ ആരോപണ വിധേയനായ സുഹൃത്ത് സുകാന്ത് സുരേഷിനെതിരെ നടപടിക്കൊരുങ്ങി IB. ഉദ്യോഗസ്ഥർ തമ്മിൽ പണമിടപാട് പാടില്ല എന്ന ആഭ്യന്തര ചട്ടം സുകാന്ത് ലംഘിച്ചു എന്നാണ് IBയുടെ കണ്ടെത്തൽ. സുകാന്ത് സുരേഷിനെതിരെ മേഘയുടെ കുടുംബം മൊഴി നൽകിയിട്ടുണ്ട്. ശ്രീകാന്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ശ്രീകാന്ത്, ഇതിൽ ഇപ്പോൾ IB എന്ത് തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാനാണ് ആലോചിക്കുന്നത്? നേരത്തെ തന്നെ മേഘയുടെ കുടുംബം ഉയർത്തിയ ചില ഗുരുതരമായ ആക്ഷേപങ്ങളുണ്ട്. പണം തട്ടിയെടുത്തു എന്നതടക്കമുള്ള ഈ മൊഴിയിലെ വിവരങ്ങൾ എങ്ങനെയാണ് പുറത്തു വരുന്നത് ശ്രീകാന്ത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സുകാന്ത് IBയിലെ ഇന്റലിജൻസ് ബ്യൂറോയിലെ പ്രൊബേഷണറി ഓഫീസറാണ്. തിരുവനന്തപുരം ഇത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് ഇയാൾ ജോലി നോക്കി പോന്നിരുന്നതും. നിലവിലിപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോ ഈ വിഷയം ഗൌരവമായി തന്നെയാണ് എടുക്കുന്നത്. സുകാന്തിനെതിരെ പോലീസ് കേസെടുത്താൽ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോ അവരിൽ നിന്നുള്ള വിവരം നമുക്ക് കിട്ടുന്നത്. ഉദ്യോഗസ്ഥർ തമ്മിൽ പണമിടപാട് പാടില്ലെന്ന ആഭ്യന്തര ചട്ടം സുകാന്ത് സുരേഷ് ലംഘിച്ചു എന്നും ഇന്റലിജൻസ് ബ്യൂറോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് IBക്കുള്ളിലെ ഒരു ആഭ്യന്തരമായ ചട്ടമാണ്. അതായത് ഉദ്യോഗസ്ഥർ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പണമിടപാടുകൾ പാടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും ലംഘിച്ചു എന്നുള്ള കാര്യമാണ് പറയുന്നത്. പ്രൊബേഷനിലായതിനാൽ ഇയാളെ പിരിച്ചുവിടാൻ വരെ ഏജൻസിക്ക് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതൊക്കെ തന്നെ ഇനി IB അവരുടെ തലപ്പത്തുള്ളവർ ചേർന്ന് തീരുമാനിക്കേണ്ടതാണ്. ഇതിനിടെ ഇന്നലെ പേട്ട CIക്ക് മുമ്പാകെ കുടുംബം മൊഴി നൽകിയിട്ടുണ്ട്. ഈ സുകാന്തുമായി മകൾക്ക് അടുപ്പമുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. കല്യാണാലോചന അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയെങ്കിലും അയാൾ വിമുഖത കാട്ടി എന്നുള്ള കാര്യവും കുടുംബം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. പണം തട്ടിയെടുത്ത കാര്യമടക്കം കുടുംബം ഇപ്പോൾ പോലീസിന് മൊഴിയായി നൽകി. പേട്ട CIക്കാണ് കുടുംബം മൊഴി നൽകിയിട്ടുള്ളത്. ശ്രീകാന്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.